ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. നമ്മുടെ 30 ഡേയ്സ് 30 ക്വസ്റ്റ്യൻ ചാലഞ്ചിലെ ഡേ 24 ആണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡേ ചാലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ആവാൻ ഇനിയും നമുക്ക് 6 ഡേയ്സും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം, ഡേ 24-ലെ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. കൂടെ തന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ GK ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ അവർക്കും കൂടെ ഒന്ന് യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, അപ്പോൾ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ GK ക്വസ്റ്റ്യൻസ് ഡേ 24-ലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിത. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? KC എൽസമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിത. ഓക്കെ, ആരാണ്? KC ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിത. KC ഏലമ്മ. ഓക്കെ, അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി KC ഏലമ്മ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഏതാണ്? ഭാരത് രത്നയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി, ഭാരത് രത്ന. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ടാൻസാനിയയിലെ ദാരെസലാമിലുള്ള ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? എന്തായിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ? ടാൻസാനിയയിലെ ദാരെസലാമിലുള്ള ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് എന്നുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ആരുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്? സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമയാണ് ടാൻസാനിയയിലെ ദാരെസലാമിലുള്ള ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്. ആരുടെ പ്രതിമയായിരുന്നു? സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമയായിരുന്നു. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാർ കണക്കുകൾ പ്രകാരം 2023 സാമ്പത്തിക വർഷം ഇലക്ട്രോണിക് കയറ്റുമതിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. കേന്ദ്ര സർക്കാർ കണക്കുകൾ പ്രകാരം 2023 സാമ്പത്തിക വർഷം ഇലക്ട്രോണിക് കയറ്റുമതിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് 2023-ലെ കണക്കുകൾ പ്രകാരം സാമ്പത്തിക വർഷം ഇലക്ട്രോണിക് കയറ്റുമതിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫിഫ്ത്ത് വൺ, ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം, ഹിമാചൽ പ്രദേശ്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്നുള്ളതാണ് ചോദ്യം. എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യൻ, പൂനെ ആസ്ഥാനമായുള്ള തിലക് സ്മാരക് മന്ദിർ ട്രസ്റ്റിൻ്റെ 2023-ലെ ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പൂനെ ആസ്ഥാനമായുള്ള തിലക് സ്മാരക് മന്ദിർ ട്രസ്റ്റിൻ്റെ 2023-ലെ ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായത്. ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ, 2023-ലെ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ. അതായത് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഇന്ത്യ ആയിരുന്നു 2023-ലെ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ. ആരായിരുന്നു? ഇന്ത്യ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നയൻത്ത് വൺ, ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ, സരോജിനി നായിഡു. ഓക്കെ,
10th ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതാണ്? സുബേദാർ എന്നുള്ള പദവിയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി. സുബേദാർ എന്നുള്ള പദവിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th വൺ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഉലയ്ക്കുവാൻ പര്യാപ്തമായ കലാപം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഉലയ്ക്കുവാൻ പ്രാപ്തമായ അല്ലെങ്കിൽ പര്യാപ്തമായ കലാപം ഏതാണ് അല്ലെങ്കിൽ ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഏതായിരുന്നു? ഇന്ത്യൻ നാവിക കലാപമായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഉലയ്ക്കുവാൻ പര്യാപ്തമായ കലാപം. ഇന്ത്യൻ നാവിക കലാപം. ഓക്കെ, 12th ക്വസ്റ്റ്യൻ. ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം. ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ജാർഖണ്ഡിലെ ധൻബാദ് ആണ് ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം. ധൻബാദ്. ധൻബാദ് എവിടെയാണ്? ജാർഖണ്ഡിലാണ് ധൻബാദ്. ഓക്കെ, ജാർഖണ്ഡിലെ ധൻബാദ് ആണ് ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13th വൺ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? മംഗൽ പാണ്ഡെ ആയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. മംഗൽ പാണ്ഡെ. ഓക്കെ, 14th ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏതാണ്? സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം. സുപ്രീം കോടതി. ഓക്കെ, 15th ക്വസ്റ്റ്യൻ നോക്കാം. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 10,000 മീറ്റർ നടത്തത്തിൽ വെങ്കലം മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? അഭിഷേക് പാൽ ആണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 10,000 മീറ്റർ നടത്തത്തിൽ വെങ്കലം മെഡൽ നേടിയ ഇന്ത്യൻ താരം അഭിഷേക് പാൽ ആണ്. ഓക്കെ, 16th ക്വസ്റ്റ്യൻ. 2023 കാനഡ ഓപ്പൺ സൂപ്പർ സീരീസ് 500 ബാഡ്മിൻ്റൺ കിരീടം നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരായിരുന്നു? ലക്ഷ്യ സെൻ. ഇന്ത്യയിലെ ലക്ഷ്യ സെൻ ആയിരുന്നു 2023 കാനഡ ഓപ്പൺ സൂപ്പർ സീരീസ് 500 ബാഡ്മിൻ്റൺ കിരീടം നേടിയത്. ലക്ഷ്യ സെൻ ഇന്ത്യയിലാണ്. ഓക്കെ, 17th ക്വസ്റ്റ്യൻ. കോട്ടകളുടെ നാട്. കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് സ്ഥലമാണ്? രാജസ്ഥാനാണ് കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്നത്. കോട്ടകളുടെ നാട് ഏതാണ്? രാജസ്ഥാനാണ് കോട്ടകളുടെ നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18th വൺ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. 18th ക്വസ്റ്റ്യൻ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. മുംബൈ. ഓക്കെ, 19th ക്വസ്റ്റ്യൻ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ജോർജ് വിൻറ്റഡ് ആണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ജോർജ് വിൻറ്റഡ് ആണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത്. ഓക്കെ, ആ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. 20th ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. നാഗാലാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ അവതരിപ്പിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റ് ട്രോഫി ഏതാണ്? ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ അവതരിപ്പിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റ് ട്രോഫി ഏതായിരുന്നു അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഡ്യൂറൻ കപ്പ് ആണ് ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ അവതരിപ്പിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റ് ട്രോഫി. ഡ്യൂറൻ കപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 22. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? കൽക്കട്ട സമ്മേളനമായിരുന്നു 1901. ഓക്കെ, 1901 കൽക്കട്ട സമ്മേളനത്തിലായിരുന്നു ഗാന്ധിജി
ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത്? കൽക്കട്ട സമ്മേളനമായിരുന്നു 1901. ഓക്കെ. 23rd വൺ, ഖഡ്ഗ ഏത് സംസ്ഥാനത്തെ ആയോധന കലയാണ്? ഖഡ്ഗ ഏത് സംസ്ഥാനത്തെ ആയോധന കലയാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് സംസ്ഥാനത്തിൻ്റെ ആയോധന കലയാണ് ഖഡ്ഗ? പഞ്ചാബിൻ്റെ ആയോധന കലയാണ് ഖഡ്ഗ. ഏതായിരുന്നു ആയോധന കല? ഏത് ആയോധന കലയായിരുന്നു? ഖഡ്ഗ എന്ന ആയോധന കല ഏത് സംസ്ഥാനത്തെ കലയാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് സംസ്ഥാനത്തിൻ്റെ? പഞ്ചാബിൻ്റെ ആയോധന കലയാണ് ഖഡ്ഗ. ഓക്കെ. 24th ക്വസ്റ്റ്യൻ, 2023 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. 2023 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. ഓക്കെ. 25th ക്വസ്റ്റ്യൻ, ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്? ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ്? അഹമ്മദാബാദിലാണ് ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അഹമ്മദാബാദ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26th വൺ, ഗൂഗിളിൻ്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ? ഗൂഗിളിൻ്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? മുംബൈ സെൻട്രലാണ് ഗൂഗിളിൻ്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രൽ. ഓക്കെ. 27th ക്വസ്റ്റ്യൻ, ഇന്ത്യയും UAEയും തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾക്കും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും പരസ്പരം ഉപയോഗിക്കാൻ ധാരണയായ നാണയം ഏതാണ്? ഇന്ത്യയുടെ രൂപയും UAEയുടെ ദിർഹവും ആണ്. ഓക്കെ. ഇന്ത്യയും UAEയും തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾക്കും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും പരസ്പരം ഉപയോഗിക്കാൻ ധാരണയായ നാണയം ഏതാണ്? രൂപയും, ഇന്ത്യയുടെ രൂപയും UAEയുടെ ദിർഹവുമാണ്. ഓക്കെ. നെക്സ്റ്റ് 28th ക്വസ്റ്റ്യൻ, ഗാന്ധിജി സേവാഗ്രാമം ആശ്രമം സ്ഥാപിച്ചത്? ഗാന്ധിജി സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ വാർധ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗാന്ധിജി സേവാഗ്രാമം ആശ്രമം സ്ഥാപിച്ചത്. മഹാരാഷ്ട്രയിലെ വാർധ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗാന്ധിജി സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ചത്. ഓക്കെ. 29th ക്വസ്റ്റ്യൻ, വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ ലോകബാങ്കിൻ്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള പദ്ധതിയാണ് വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങി സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ ലോകബാങ്കിൻ്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ആണ്. ഓക്കെ. 30th ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930 എന്നുള്ള നമ്പറാണ് വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ. സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930 എന്നുള്ളതാണ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ. ഓക്കെ. ഇതോടുകൂടി നമ്മുടെ 24th ഡേയിലെ 30 GK ക്വസ്റ്റ്യൻസ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് 25th ഡേയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.